ഹായ്, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വയനാട്ടിലെ വളരെ പ്രസിദ്ധമായ കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന മൈലാടിപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. കൽപ്പറ്റയിലെ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന വടുൻകുറ്റൻ പാറയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഈ പാറയിൽ കയറി നിന്നാൽ കൽപ്പറ്റയുടെ ഒരു വൈഡ് ആംഗിൾ വ്യൂ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ജൈന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. ഇവിടേക്ക് വരുവാൻ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്നവർക്ക് ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററും അതുപോലെ തന്നെ മാനന്തവാടി ബത്തേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഏകദേശം കൈനാട്ടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മൈലാടിപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ മൈലാടിപ്പാറയിലേക്കുള്ളൂ. പകുതി വഴി നല്ല റോഡും പകുതി വഴി ഓഫ് റോഡുമാണ്. വലിയ വാഹനങ്ങളുമായി വരുന്നവർ ബൈപ്പാസിൽ തന്നെ പാർക്ക് ചെയ്ത് വരേണ്ടതാണ്. ചെറിയ ബൈക്കും ഓട്ടോറിക്ഷയും മറ്റ് ചെറിയ കാറുകളും വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മൈലാടിപ്പാറ എന്ന വലിയൊരു പാറയും ചുറ്റും വലിയ പാറക്കൂട്ടങ്ങളും ചെറിയ പാറക്കൂട്ടങ്ങളും നിറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് ഗുഹകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൈലാടിപ്പാറയിലെ ഗുഹകളുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ കാണുന്നത് മൈലാടിപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുളമാണ്. ഈ കുളത്തിൽ കുറേ ഫിലോപ്പി മീനുകളും അതുപോലെ തന്നെ കട്ല, രോഹു എന്നീ മീനുകളെ വളർത്തുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇവിടെ വരെ മാത്രമേ ജനവാസമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തോട്ടങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റുമാണ്. ഇങ്ങോട്ട് വരുന്നവർ നിർബന്ധമായും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. മുകളിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. അതുപോലെ തന്നെ കുപ്പി അവിടെ ഉപേക്ഷിക്കാനും പാടില്ല. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഗുഹകൾ കാണാൻ കഴിയും. ഇതുപോലത്തെ ഗുഹകൾ ഇഷ്ടംപോലെ കാണാൻ കഴിയും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഉചിതം. കല്ലുകൾ നിറഞ്ഞ റോഡും അതുപോലെ തന്നെ ചെറു കയറ്റങ്ങളുമാണ് ഇവിടെ. ഡെയിലി 100-ൽ പരം സന്ദർശകർ സന്ദർശിക്കുന്ന സ്ഥലമാണിവിടം. ഇവിടെ കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. ഏകദേശം മുകളിലെത്താറായാൽ മനോഹരമായ വഴികളാണ്. 11 മണി ആകാറായപ്പോഴാണ്. ഇപ്പോൾ തന്നെ നല്ല വെയിലും ചൂടുമുണ്ട്. വെള്ളം കരുതുന്നത് നല്ലതാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ മകനും എൻ്റെ സിസ്റ്ററുടെ മകനുമാണ്. ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് നിർബന്ധമാണ്. 20 രൂപയാണ് ഒരു ടിക്കറ്റിന്. കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമില്ല. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമില്ല. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ.
ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലയിടത്തും കാണാം. ആരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതുപോലെ വലിച്ചെറിഞ്ഞ് പോകരുത്. അങ്ങനെ നമ്മൾ മയിലാടിപ്പാറയുടെ വ്യൂ പോയിന്റിലെത്തി. ഈ കാണുന്നത് മയിലാടിപ്പാറയിലെ ഒരു ജൈൻ ടെമ്പിളാണ്. വളരെ പ്രസിദ്ധമായ ഈ ടെമ്പിൾ ധാരാളം സഞ്ചാരികൾ സന്ദർശിക്കാറുണ്ട്. ഇവിടെ നിന്നാൽ കൽപ്പറ്റ നഗരത്തിൻ്റെ ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ ഒരു ടവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് റേഡിയോ ടവറാണോ അതോ മൊബൈൽ ടവറാണെന്ന് അറിയില്ല. ഈ പാറയുടെ എവിടെ നിന്ന് നോക്കിയാലും നല്ല കാഴ്ചകളാണ്. താഴെ ആ കാണുന്നത് കൽപ്പറ്റ ബൈപ്പാസ് ആണ്. ഇവിടെ സന്ദർശിക്കാൻ നല്ല സമയം രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവുമാണ്. വെയിലിൻ്റെ ചൂട് കഠിനമാണ്. ഇതിൻ്റെ മുകളിൽ മനോഹരമായ ഒരു കുളമുണ്ട്. അതിൻ്റെ സൈഡിൽ 2 മരങ്ങളും. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അടിപൊളി സ്ഥലമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് കുടിക്കാനോ മുഖം കഴുകാനോ പാടില്ല. മലിനമായ വെള്ളമാണ്. ഏതൊരാൾക്കും വളരെ ഭംഗിയുള്ള ഫോട്ടോകൾ ഇവിടുന്ന് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ അമ്പലത്തിൽ 3-4 ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാതെ വീഡിയോകൾ പകർത്തുന്ന തിരക്കിലാണ് ഞാൻ. 100 വർഷങ്ങൾ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത് പുതുക്കി പണിതതാണ്. രാത്രിയിൽ ഈ അമ്പലത്തിന് ചുറ്റും ലൈറ്റ് ഇടുന്നത് കൊണ്ട് വളരെ ഭംഗിയാണ് കാണാൻ. കുളത്തിനും മരത്തിനും ഇടയിലൂടെ കൽപ്പറ്റ നഗരത്തെ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. വോയിസ് ഓവർ കൊടുക്കുന്ന മൈക്കിന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മൊബൈലിൽ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ക്ഷമിക്കണം. ഈ കുളത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളിൽ ചെറിയ വഴുക്കലുകളുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. പാറയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കത് കാണാം. വരുന്ന തലമുറക്കും നാടിനും വേണ്ടി ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത്. വളരെ മനോഹരമായ ടെമ്പിളാണ്. ഈ ടെമ്പിൾ പുനർനിർമ്മിച്ചിട്ട് കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ആ കാണുന്നത് കൽപ്പറ്റയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് ആണ്. കൽപ്പറ്റ നഗരത്തിൽ നിന്നും
ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതാണ്. ഞാൻ കുറച്ചു നേരം അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നവരുമായി സംസാരിച്ചു. അവർ കൽപ്പറ്റയിൽ നിന്നും 10-12 കിലോമീറ്റർ അപ്പുറമുള്ള പനമരം എന്ന ടൗണിൽ നിന്നും വന്നതാണ്. അവർക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു കൊടുത്ത് അവരെ യാത്രയാക്കി. ഇത് കാണുന്ന എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ മയിലാടിപ്പാറയിലെ ഗുഹകളുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ ബൈ.